എല്ലാവർക്കും നമസ്കാരം. SSK കുക്ക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചക്കക്കാലം തുടങ്ങി, ചക്ക ചില സ്ഥലത്തൊക്കെ മൂത്ത് തുടങ്ങി. ഇപ്പോൾ ഇടിച്ചക്കയുടെയും സീസണാണ്. അപ്പോൾ ഇന്ന് ഇടിച്ചക്ക വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒരു റെസിപ്പിയാണ്, യുണീക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇടിച്ചക്ക എഗ് പെപ്പർ ഫ്രൈ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇടിച്ചക്കയൊന്ന് തോല് കളഞ്ഞ് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം. ഇടിച്ചക്കയിൽ ഒരുപാട് വിറ്റാമിനും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് വിഷാംശങ്ങളൊന്നുമില്ല, നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുന്നതായതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇപ്പം എന്നും എല്ലാവരും ഇടിച്ചക്ക വെച്ച് തോരൻ അല്ലെങ്കിൽ പയർ മുതിരയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി, ഞങ്ങൾ തൃശ്ശൂർക്കാർ അങ്ങനെയൊക്കെയാണ് വയ്ക്കുക. പിന്നെ UP ഭാഗത്ത് ഇതുകൊണ്ട് കട്ഹൽ എന്നാണ് പറയുക, അച്ചാറും ഉണ്ടാക്കും. പിന്നെ മസാലക്കറിയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഇതൊരു വേറെ ഡിഫറെൻറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ചക്കയെല്ലാം മുറിച്ച് റെഡിയായി. ഇനി നമുക്കത് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും പെപ്പർ പൗഡറും ഇട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഇത് പെട്ടെന്ന് വേവും. കൂടുതൽ വേവാതിരിക്കുന്നതാണ് നല്ലത്. ചക്ക എനിക്ക് എന്നും ചക്ക ഫേവറേറ്റാണ്. ഇടിച്ചക്കയും കുഴപ്പമില്ല, ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ചക്കയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഫ്രൈങ് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുവിധം ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതാണ്. ചെറിയ ഉള്ളി ചതച്ചിടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണിത്. പിന്നെ ഇഞ്ചി അരിഞ്ഞതും. ഇതിനകത്ത് ഓവറായിട്ട് ഒരു സ്പൈസസും ചേർക്കുന്നില്ല ഞാൻ. ഇനി നമ്മൾ ചക്കയിൽ പെപ്പറും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടതാണ്. ഇത് ഈ സവാള മസാലയിലേക്ക് മാത്രമായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്കിന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കാം നമുക്ക്. ഇപ്പോൾ വഴന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചക്കയിൽ നമ്മൾ ഗരം മസാല കുറച്ച് ചേർക്കുന്നുണ്ട്. വേറെ റെഡ് ചില്ലി പൗഡറും മറ്റ് മസാലകളും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പെപ്പറും ഗ്രീൻ ചില്ലിയുടെയും എരിവാണ് ഇതിന്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ കുഴപ്പമില്ല. ലാസ്റ്റായിട്ട് കുറച്ചും കൂടെ പെപ്പറും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട. ഇനി നമ്മൾ ആഡ് ചെയ്യണതാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ബോയിൽ ചെയ്ത എഗ്ഗിൻ്റെ വൈറ്റ് കട്ട് ചെയ്ത് പീസസ് ആക്കിയതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് പ്രോട്ടീനും കൂടിയായി. ഹെൽത്ത് കോൺഷ്യസ് ആയവർ രാത്രിയൊക്കെ ഇത് മാത്രമായി കഴിച്ചാലും മതി. കുറച്ചും കൂടെ എഗ്ഗ് വൈറ്റ് ചേർത്താൽ ഒന്നും കൂടി പ്രോട്ടീൻ കിട്ടും. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഇവിടെ ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ തന്നെ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത്. പിന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം. താങ്ക് യു.